மாட்டேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். He's a banger who puts enemies on hanger. His name is Danger. He's savior for the common people. ஜோசப் விஜய் எனும் நான் தமிழ்நாட்டு அரசின் முதலமைச்சர் என்ற முறையில் எனது கவனத்திற்குள்ளாவதும் தெரிய வருவதுமான எந்த பொருளையும் முதலமைச்சரின் கடமைகளை உரியவாறு நிறைவேற்ற தேவையான அளவுக்கன்றி ஒருவரிடமோ பலரிடமோ நேர்முகமாகவோ மறைமுகமாகவோ அறிவிக்கவோ வெளிப்படுத்தவோ மாட்டேன் என்று ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். He's a banger who puts enemies on hanger. His name is Danger. He's savior for the common people. அமைச்சர்களுக்கு பதவியேற்பு உறுதிமொழியும் ரகசிய காப்பு உறுதிமொழியும் செய்து வைக்குமாறு மாண்புமிகு ஆளுநர் அவர்களை கேட்டுக்கொள்கிறேன். I request the Honorable Governor to administer the oath of office and secrecy to the Honorable Ministers. He's a banger who puts enemies on hanger. His name is Danger. He's savior for the common people. திரு என் ஆனந்த் அவர்கள். என் ஆனந்த் எனும் நான் சட்டப்படி என் ஆனந்த் எனும் நான் சட்டப்படி அமைக்கப்பெற்ற இந்திய அரசின்பால் உண்மையான நம்பிக்கையும் மாறாக பற்றும் கொண்டிருப்பேன். என்றும் இந்திய நாட்டின் பிள்ளதா முழு முதல் ஆட்சியும் உரிமையும் நிலைநிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் அமைச்சராக உண்மையாகவும் உளச்சான்றுபடியும் என் கடமைகளை நிறைவேற்றுவேன். തമിഴകത്തിന്റെ മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. നെഹ്റു സ്റ്റേഡിയം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് അനുഭാവികളെയും പ്രവർത്തകരെയും ഒക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് വിജയ് സത്യവാചകം ചൊല്ലിയത്. ദൈവനാമത്തിൽ ആയിരുന്നു വിജയ് സത്യവാചകം ചൊല്ലിയത്. ഒരു പക്ഷേ പൊതുഭരണം, ആഭ്യന്തരം, പോലീസ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ, നിർണായകമാകുന്ന വകുപ്പുകൾ വിജയ് തന്നെ കൈകാര്യം ചെയ്യും എന്നതാണ് വിവരം. മറ്റ് നേതാക്കളായ ആദവ് അർജുന, എൻ ആനന്ദ്, CTR നിർമ്മൽ കുമാർ, സെങ്കോട്ടയ്യൻ, കെ അരുൺരാജ് എന്നിവർ ആണ് മന്ത്രിസഭയിൽ ഇടം പിടിക്കുന്നത് എന്നതാണ്. ഇപ്പോഴിതാ എൻ ആനന്ദിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV വിനോദ് ആണ് ചേരുന്നത്. വിനോദ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഒരു സിനിമയുടെ പ്രൊമോഷൻ പ്രോഗ്രാം പോലെ തന്നെ അത്രമേൽ വലിയ ആളാരവം ആണ് നമ്മൾ കണ്ടത് ഇൻഡോർ സ്റ്റേഡിയത്തിൽ. അതിനുശേഷം വന്ന വിജയും അത്തരത്തിൽ തന്നെ മാസ് ഡയലോഗ് പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ എന്നതുകൂടിയാണ് ശ്രദ്ധേയമാകുന്നത്. അഭിലാഷ്, ഈ പ്രചരണ കാലഘട്ടം കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ഒരു തമിഴ് സിനിമ കണ്ട പ്രതീതി തന്നെയാണ്. വിജയ് നായകനാകുന്ന ഒരു ശുഭപര്യസായ സിനിമ എങ്ങനെയാണോ അവസാനിക്കുന്നത് ആ തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ തമിഴ്നാട് രാഷ്ട്രീയം
കണ്ട ഒരാൾ എന്ന നിലയിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം, വിജയ് 2 വർഷം മാത്രം പ്രായമുള്ള ഒരു പാർട്ടിയുമായാണ് തമിഴ്നാടിൻ്റെ തലപ്പത്തേക്ക് നടന്നു കയറുന്നത്, അധികാരത്തിൻ്റെ ശ്രേണി കീഴടക്കുന്നത്. അവിടെ ദ്രാവിഡ പാർട്ടികൾ DMKയും ADMKയും മാറി മാറി ഭരിച്ച സ്ഥലത്തേക്ക് മൂന്നാമതൊരു ശക്തിയായി വിജയ് ഉയർന്നു വരുന്നു. 2-3 ദിവസമായി നിലനിന്നിരുന്ന അനിശ്ചിതത്വം അതെല്ലാം തന്നെ മറികടന്നുകൊണ്ട് ചെറുകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് വിജയ് അധികാരത്തിലേക്ക് എത്തുന്നു. ആഭ്യന്തരം ഉൾപ്പെടെ പൊതുഭരണം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ വിജയ് തന്നെ കൈകാര്യം ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു. 9 മന്ത്രിമാർ കൂടി ചുമതലയേൽക്കുന്നു. ഇപ്പോൾ N ആനന്ദിന്റെ സത്യപ്രതിജ്ഞ കൂടി പൂർത്തിയായിട്ടുണ്ട്. മറ്റ് 8 പേർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അതിനുശേഷമായിരിക്കും മന്ത്രിസഭാ വിപുലീകരണം. ഒരുപക്ഷെ ആദ്യ ക്യാബിനറ്റിൽ ചേരുന്നതോടുകൂടിയായിരിക്കും അങ്ങനെ ഒരു വിപുലീകരണത്തിലേക്ക് പോവുക. കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനം നൽകും എന്ന വിവരങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം CPM-ഉം CPI-യും മുസ്ലിം ലീഗും VCKയും മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല. അവർ പുറത്തുനിന്ന് പിന്തുണയ്ക്കും എന്ന ഒരു കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. 2 തരത്തിലായിരുന്നു വിജയുടെ സത്യപ്രതിജ്ഞ. ഒന്ന്, അദ്ദേഹം സ്വന്തം നിലയിൽ തന്നെ ഒരു സത്യവാചകം ചൊല്ലുകയായിരുന്നു. പിന്നീട് ചട്ടപ്രകാരമുള്ള സത്യവാചകം അദ്ദേഹം ചൊല്ലുകയും ചെയ്തു. ഈശ്വരനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വലിയ വാദപ്രതിവാദങ്ങൾ, കോലാഹലങ്ങൾ ഒക്കെ തന്നെ നടന്ന ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ കാലമായിരുന്നു. ADMKയുടെ തർക്കങ്ങൾ, അതിൽ വലിയ പിളർപ്പുണ്ടാകുമെന്ന സാധ്യതകൾ നിലനിൽക്കുന്നു. 118 കേവല സംഖ്യ എന്ന മാജിക് ഫിഗർ മറികടന്ന് വിജയ് അധികാരത്തിലെത്തുന്ന സാഹചര്യം. അവിടെ 120 പേരുടെ പിന്തുണ വിജയ് ഉറപ്പാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കൂടുതൽ പേരുടെ പിന്തുണ വരും ദിവസങ്ങളിൽ വിജയ്ക്ക് ലഭിക്കുമെന്ന സൂചനകൾ തന്നെയാണ് വരുന്നത്. കാരണം എടപ്പാടി പളനിസ്വാമിയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കാതെ ADMKയിൽ വലിയൊരു വിഭാഗം ഇടഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർ ഭാവിയിൽ വിജയ്ക്കൊപ്പം ചേരും എന്ന സൂചനകളുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ സുരക്ഷിതമായ ഒരു സംഖ്യയിലേക്ക് ഈ സർക്കാരിൻ്റെ അംഗബലം ഉയരും. അങ്ങനെയെങ്കിൽ 5 വർഷവും മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ വിജയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു നിലയുണ്ടാകും. നമുക്കറിയാം, വിജയ് ഈ മുഖ്യമന്ത്രിയാകുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ചലച്ചിത്ര രംഗത്ത് നിന്ന് വന്ന ആളുകളുടെ ഒരു നിരയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് MGRൻ്റെ കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു, ജയലളിത മുഖ്യമന്ത്രിയാകുന്നു. അവരുടെ ഒരു സൗഹൃദവും വ്യക്തിബന്ധവും ഒക്കെ ഉണ്ട്. അതിനുശേഷം വിജയകാന്തിൻ്റെ പാർട്ടി വരുന്നു, കമലഹാസൻ്റെ പാർട്ടി വരുന്നു. രജനീകാന്ത് നേരിട്ടല്ലെങ്കിൽ പോലും സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ട്. മറ്റ് നടന്മാരുടെ കാര്യം പറഞ്ഞതുപോലെ ശരത് കുമാർ, അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു. നെപ്പോളിയൻ വരുന്നു. വനിതകളുടെ പ്രാതിനിധ്യമുണ്ട്. ഖുശ്ബു രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. പക്ഷേ ആർക്കും എത്തിപ്പെടാൻ പറ്റാത്തത്ര ഉയരത്തിലേക്ക് വിജയ് എത്തുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി തമിഴ്നാട്ടിൽ ഏത് തരത്തിലായിരിക്കും ഈ സർക്കാർ പ്രവർത്തിക്കുക എന്നത് ഏവരും ആകാംക്ഷയോടെ കാണുന്ന കാര്യമാണ്. 6 മാസത്തേക്ക് മറ്റ് നടപടികൾക്കൊന്നുമില്ല എന്ന് DMK വ്യക്തമാക്കിയിട്ടുണ്ട്. വിജയുടെ ഭരണം എങ്ങനെയുണ്ടെന്ന് നിരീക്ഷിക്കും. അതിനുശേഷം മാത്രമായിരിക്കും അവർ രാഷ്ട്രീയമായ മറ്റ് നീക്കങ്ങളിലേക്ക് പോവുക. ADMKയുമായുള്ള സഖ്യസാധ്യതകൾ DMK ആലോചിച്ചിരുന്നു. മറ്റ് ചെറുകക്ഷികളെ കൂട്ടിക്കൊണ്ട് എങ്ങനെ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന തരത്തിലുള്ള ആലോചനകൾ DMKയുടെ 2ാം നിര നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ സ്റ്റാലിൻ തോറ്റുപോകുന്ന ഒരു നിലയുണ്ടായി.